BJP ഭരിക്കുന്ന ധാരാളം സംസ്ഥാനങ്ങൾ ഇപ്പോൾ രാജ്യത്തുണ്ട്. ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളുമുണ്ട്. കോൺഗ്രസ് മുമ്പ് പല സംസ്ഥാനങ്ങളും ഭരിച്ചിട്ടുമുണ്ട്, ഭരണ പരിചയമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒരു ഭരണ മാതൃകയായി BJPക്കോ ഈ കോൺഗ്രസിനോ കാട്ടാൻ സാധിക്കുമോ? അതാണ് ഇന്നത്തെ ചോദ്യം. കേരളത്തിൽ അധികാരം കിട്ടിയാൽ ഞങ്ങൾ ഇതുപോലെ ചെയ്യുമെന്ന് നിങ്ങൾ ഭരിച്ച ഏതെങ്കിലും ഒരു സംസ്ഥാനം അത് നോക്കിക്കട്ടുതായി ഇങ്ങനെ നിങ്ങൾ ചെയ്യൂ സംസ്ഥാന സർക്കാർ എന്ന് കേരള സർക്കാരിനോട് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഒരെണ്ണം മതി, ഒരൊറ്റ മാതൃക മതി. കേരളത്തിൽ നിന്നും ആകെ തകർന്നു, ഇവിടെ ഒന്നുമില്ല എന്നൊക്കെ വെറും പുച്ഛവും ആക്ഷേപവും ഒക്കെ പറയുകയാണ്. കേരളത്തിൽ വ്യവസായമില്ല, കൃഷിയില്ല, ഒന്നുമില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നു. എങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, പ്രതിപക്ഷം BJPക്കാർ നിങ്ങളുടെ മാതൃക ഒരെണ്ണം കാട്ടിത്താൽ അതുപോലെ ചെയ്ത് കാണിച്ചു തരാം. അതുപോട്ടെ, കോൺഗ്രസ് കേരളം ഭരിച്ചതുണ്ടല്ലോ. ഒരു കാലത്ത് കേരളം കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒരു ഭരണകൂടം, ഏതെങ്കിലും ഒരു സർക്കാർ, ആൻ്റണി സർക്കാരോ ഉമ്മൻചാണ്ടി സർക്കാരോ അതോ കെ കരുണാകരൻ സർക്കാരോ ആരും ആയിക്കൊള്ളട്ടെ, അതുമായി താരതമ്യം ചെയ്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിനെ കുറിച്ച് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. നമ്മുടെ ഭരണ സിസ്റ്റം തകർന്നതും തകരാത്തതും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പെൻഷൻ എത്ര കുടിശ്ശിക, എത്ര പേർക്ക് പെൻഷൻ കൊടുത്തു, എത്ര സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ കിട്ടി, സർക്കാർ ജീവനക്കാർ അല്ലാത്ത സാമൂഹ്യക്ഷേമ പെൻഷൻ ആര് കൊണ്ടുവന്ന് എത്ര പേർക്ക് കിട്ടി, എത്ര പേർക്ക് വീട്, സർക്കാർ സ്കൂളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ, സർക്കാർ ആശുപത്രികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാം ചർച്ച ചെയ്യാം. അതിന് ധൈര്യമുണ്ടോ എന്നാണ് പ്രതിപക്ഷത്തോടും BJPയോടും ഇടതുപക്ഷം ചങ്കുറപ്പോടെ ചോദിക്കുന്നത്. BJP ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നൊക്കെ ഇത്തരത്തിൽ ഉത്തരേന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായി അവിടെ അവർ പ്രചരണത്തിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഡബിൾ എഞ്ചിൻ കൊണ്ടുവച്ച് പ്രവർത്തിപ്പിച്ച ഒരു നല്ലൊരു ക്ഷേമ പദ്ധതി അതുമായി വന്ന് കേരളത്തിൻ്റെ ഈ കൂറ്റൻ ടിക എഞ്ചിനുമായി ഏറ്റുമുട്ടാൻ ധൈര്യമുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ചെയ്തു കാട്ടുന്ന കാര്യങ്ങളും ഭരണ പ്രവർത്തനങ്ങളും നവീകരണ പ്രവർത്തനങ്ങളും കേരളം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്കെ താരതമ്യം ചെയ്താൽ നിങ്ങൾ വട്ടപൂജ്യമാകുമെന്ന് ഉറപ്പാണ്. അടുത്ത 5 വർഷക്കാലത്തിനിടയിൽ കേരളം എങ്ങനെ ആകണമെന്ന് BJPക്കോ കോൺഗ്രസിനോ എന്തെങ്കിലും ഒരു പദ്ധതിയുണ്ടോ? ഇടതുപക്ഷത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട്, അവരതൊന്നും പ്രഖ്യാപിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ പ്രതിപക്ഷത്തിനൊരു പദ്ധതിയുണ്ട്, ഞങ്ങളത് ഉടനെ പ്രഖ്യാപിക്കുമെന്ന് VD സതീശൻ ഇടയ്ക്കൊക്കെ തള്ളുന്ന കേൾക്കാം. പക്ഷേ ഇത് എപ്പോൾ പറയും? അടുത്ത 5 വർഷക്കാലത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി എന്തൊക്കെ ചെയ്യുമെന്ന് പോലും കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ വ്യക്തമായിട്ടില്ല. അതൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് ചുമ്മാ ഒരുമാതിരി വിളുക്കച്ചിരിച്ച് പറയുന്നതല്ല, വ്യക്തമായി കേരളത്തിലെ ചരക്ക് നീക്കം, ഇപ്പോൾ ചരക്ക് നീക്കം കരമാർഗം മാത്രമല്ല കപ്പൽ വഴി കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷവും BJPയും കുത്തിയിരുന്ന് നോക്കിയാലും ആ കണക്കുകൾ ടാലി ചെയ്തെടുക്കാൻ ഇത്തിരി പാടാണ്. കഴിഞ്ഞ 10 വർഷം ആയി ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ ഇതുവരെ ചെയ്ത് കാണിച്ചതിൻ്റെ തുടർച്ചയായി എന്തെല്ലാം അടുത്ത 5 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നതിന് വ്യക്തമായ ധാരണ ഇടതുപക്ഷത്തിനുണ്ട്. യാഥാർത്ഥ്യബോധവും കൃത്യമായ പഠനവും പ്ലാനിങ്ങുമുള്ള കാര്യങ്ങളാണ്. അത് സർക്കാരിൻ്റെ കയ്യിൽ ഭദ്രമാണ്. കേരളത്തിലെ അടുത്ത 5 വർഷത്തേക്ക് എന്തെല്ലാം എന്നുള്ള വിഷൻ 2031 ആ കോൺഫറൻസുകൾ തകൃതിയായി നടക്കുന്നു. ചുമ്മാ തട്ടിക്കൂട്ടല്ല, പണം ചെലവാക്കി തീർക്കാനുള്ളതല്ല. പക്ഷേ അതിലെല്ലാം ഓരോ മാസ്റ്റർ പ്ലാൻ ഉണ്ട്, ഓരോ വിഷനുണ്ട്, ഓരോ വകുപ്പുകളുടെ വിഷനുണ്ട്. ഇതെല്ലാം വ്യക്തമായി ജനസമക്ഷം അവതരിപ്പിച്ചായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജനവിധി തേടുകയെന്ന് ഉറപ്പാണ്. ഇതിനെ വെല്ലാൻ എന്തുണ്ട് പ്രതിപക്ഷം BJP നിങ്ങളുടെ കയ്യിൽ നിന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. ഈ 10 വർഷക്കാലത്തെ കേരളത്തിലെ എന്തെങ്കിലും ഒരു പ്രവർത്തനം, എന്തെങ്കിലും ഒന്ന് ഉയർത്തിക്കാട്ടാൻ, അവിടെ അപാകതയുള്ളത് ഉയർത്തിക്കാട്ടാൻ പ്രതിപക്ഷത്തിന് BJPക്ക് ഉണ്ടോ? വയനാടിൽ 100 വീടുകൾ വച്ച് നൽകുമെന്ന് കോൺഗ്രസ് പറഞ്ഞു. ഇതുവരെ ഒരു കല്ല് പോലും എവിടെയും ഇട്ടതായി കേട്ടിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ് വയനാട്, രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിരുന്നു. യൂത്ത് കോൺഗ്രസിന് 30 വീടും രാഹുൽ ഗാന്ധിയുടെ 100 വീടും ഇതിനകം തന്നെ ആവിയായിപ്പോയി. എവിടെ പോയി? പിരിച്ചതൊക്കെ കോൺഗ്രസ്സുകാർ തന്നെ കൈയിട്ട് വാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എതിർക്കരുത്. വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആത്മഹത്യ ചെയ്യുന്ന നിലയിലാണ്. ഒന്ന് അന്വേഷിച്ച് നോക്കണം. BJPയിൽ തിരുവനന്തപുരത്ത് ഈ വിധം ബാങ്ക് തട്ടിപ്പ്, വായ്പാ തട്ടിപ്പ്, പീഡനം, ഇതൊക്കെ കാരണം കൗൺസിലറും പ്രവർത്തകരും വീർപ്പ് മുട്ടുകയാണ്, ശ്വാസം മുട്ടുകയാണ്. ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്തു. ഒരു സ്ഥാനാർത്ഥി ആകാൻ സാധിക്കാത്ത ഒരു RSS പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു. ഇതിനൊക്കെ ആര് സമാധാനം പറയും? കേരളത്തിലേക്ക് വരുന്ന പദ്ധതികൾ മുടക്കാനല്ലാതെ ഇന്ന് വരെ ഒരു BJP നേതാവും ഒരു സഹവാഴയും ആരും ഇടപെട്ടതേയില്ല. ഒരു പദ്ധതിയും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സുരേഷ് ഗോപി പോകട്ടെ, ജോർജ് കുര്യൻ പോകട്ടെ, രാജീവ് ചന്ദ്രശേഖരൻ ആകട്ടെ, ആരും കൊണ്ടുവന്നിട്ടില്ല. എല്ലാം മുടക്കം കേരളത്തിൻ്റെ മെനക്കേടാണ്.
കേരളത്തിൻ്റെ മുടക്കുമുതലാണ്, സംസ്ഥാന സർക്കാരിൻ്റെ നോക്കുകൂലിയല്ല. സംസ്ഥാന സർക്കാർ മെനക്കെട്ടിരുന്ന ഓരോ പദ്ധതികൾ കൊണ്ടുവന്ന് നടപ്പാക്കിയെടുക്കുകയാണ്. BJPയും കോൺഗ്രസും നോക്കുകൂലി നോക്കുന്നത് പോലെ, ചുമട്ട് തൊഴിലാളികൾ പോലെ മതിലിൻ്റെ മുകളിൽ നിന്ന് നോക്കുകയാണ്. എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്, നമുക്കൊന്ന് നോക്കുകൂലി വാങ്ങിച്ചു കളയാമെന്ന്. എന്തായാലും മാധ്യമങ്ങൾ വഴി അസംബന്ധ ആരോപണങ്ങൾ, അതിലൂടെ വന്ന ഒരൊറ്റ കാര്യത്തിലും കോടതിയിൽ നിന്നും ഒരു പിന്തുണയും ലഭിച്ചില്ല എന്നത് പ്രതിപക്ഷത്തിന് ഇനിയെങ്കിലും മനസ്സിലാകണം. സമയം മെനക്കെടുത്തലുമായി ഇങ്ങോട്ട് വരുന്ന പല കേസുകളിലും കോടതി തന്നെ വ്യക്തമായി പറഞ്ഞു. ഈ അവസ്ഥയാണ് കേരളത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഏക സംഭാവന. വ്യാജ കേസുകളുമായി, വ്യാജ ആരോപണങ്ങളുമായി കോടതി കയറരുതെന്ന് കോടതിയുടെ വിലക്ക് വന്നു. കേരളത്തിലെ ജനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു പ്രതിപക്ഷത്തെ കാത്തിരിക്കുകയാണ്. അവരർഹിക്കുന്നു. എന്തായാലും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെയ്ത് കാട്ടി പ്രതിപക്ഷത്ത് നിന്നും ഭരണപക്ഷത്തേക്ക് ചാടാനാണ് VD സതീശൻ്റെയും കൂട്ടരുടെയും ശ്രമമെങ്കിൽ അത് നടക്കില്ല എന്ന് വ്യക്തമായി പറയാം. കേരള രാഷ്ട്രീയത്തിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് ഈ കോൺഗ്രസ്സുകാർക്കുള്ളത്, എന്ത് കോൺട്രിബ്യൂഷനാണ് BJPക്കാർക്കുള്ളത്, അത് ജനമെന്ന് വ്യക്തമായെന്ന് ചിന്തിക്കണം, തിരിച്ചറിയണം. കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ, അതിനു മുമ്പ് ആന്റണി സർക്കാർ, ഇവരൊക്കെ കേരളത്തിൽ കൊണ്ടുവന്ന എന്ത് വികസനമാണുള്ളത്? വേണമെങ്കിൽ പറയാം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണെന്ന്. വേണമെങ്കിൽ പറയാം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളം കൊണ്ടുവന്നത് K കരുണാകരനാണെന്ന്. കൊണ്ടുവന്നു എന്നല്ലാതെ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, അതിനെ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ആരാണ് ചെയ്തത്? കഴിഞ്ഞ 2 ടൈമുകളിലായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് വിഷൻ 2031. വ്യക്തമായ വിഷനുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഓരോ മന്ത്രിമാർക്കും, ആ മന്ത്രിമാരുടെ കീഴിലുള്ള ഓരോ വകുപ്പിനും ഉപവകുപ്പുകൾക്കും ഓരോ സ്ഥാപനങ്ങൾക്കും. അവർക്ക് വ്യക്തമായ പ്ലാൻ ഫണ്ടുണ്ട്, വ്യക്തമായ പ്ലാൻ ടാർഗറ്റ് ഉണ്ട്, വ്യക്തമായ പ്ലാൻ അവർ നിശ്ചയിച്ചിട്ടുണ്ട്. 2031 വരെ ഏതൊക്കെ പദ്ധതികൾക്ക് മുടക്കണം, ഏതൊക്കെ പദ്ധതികൾ ആ 2031 വയബിളാക്കി തിരികെ അതിൽ നിന്നും മൂല്യമെടുക്കാനാകുമെന്ന്. അത്തരമൊരു കണക്കുകൂട്ടലിലാണ് ഇടത് സർക്കാരും മന്ത്രിമാരും ഭരണയന്ത്രവുമൊക്കെ ഒരു നിർത്താതെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന, ഈ 24/7 കറങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് പ്രതിപക്ഷത്തിൻ്റെ ചില ചക്ക വരട്ടി ന്യായങ്ങളുമൊക്കെ കൊണ്ടുവരുന്നത്. ഇതിനിടയിൽ ചീഞ്ഞു നാറുന്ന അവസ്ഥയിൽ BJP ഒന്ന് മാറി നിന്ന് ഇതിനൊക്കെ ഒന്ന് വളമായി കൊടുത്തുകൂടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ പ്രതിപക്ഷത്തോടും BJPയോടും ചോദിക്കാനുള്ളൂ.